അപ്പോൾ നിങ്ങളൊരു സിനിമ റിലേറ്റഡ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 3 സ്ട്രൈക്കുകളെ പറ്റിയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ഒരു വർഷമായി ഒരു സിനിമ റിലേറ്റഡ് ചാനൽ നടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ എനിക്ക് കിട്ടിയ സ്ട്രൈക്സിനെ പറ്റി തന്നെയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തേത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. നമ്മളൊരു സിനിമ ക്ലിപ്പ് യാതൊരുവിധ ആൾട്രേഷനും കൂടാതെ അതേപടി നമ്മുടെ ചാനലിലേക്ക് പകർത്തിയാൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം, 90 ദിവസത്തിനിടയിൽ ഇതുപോലെ 3 സ്ട്രൈക്ക് ലഭിച്ചാൽ നമ്മുടെ ചാനൽ എന്നേക്കുമായി ക്യാൻസലായി പോകുന്നതായിരിക്കും. ഇത് അവോയ്ഡ് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഒരു സിനിമ ക്ലിപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു വോയിസ് ഓവർ ആ ക്ലിപ്പിങ്ങിന് കൊടുക്കുക. ഇനി അടുത്തതായി എനിക്ക് കിട്ടിയൊരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് എ കണ്ടന്റ് ദാറ്റ് എൻഡേഞ്ചേഴ്സ് ഓർ ഹാംഫുൾ ടു ദ ചിൽഡ്രൻ. അങ്ങനെ കുട്ടികൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്ത് കണ്ടന്റാണ് ഞാനിവിടെ ചെയ്തിട്ടുണ്ടാവുക എന്നതാണ് രസകരമായ കാര്യം. നിങ്ങൾക്ക് ദിലീപിന്റെ ഡോൺ എന്ന സിനിമ ഓർമ്മയുണ്ടോ? ആ സിനിമയുടെ തുടക്ക ഭാഗത്ത് സിനിമയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ദിലീപിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച കുട്ടി ഒരു തോക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു രംഗം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിനാണ് എനിക്ക് ഇങ്ങനൊരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു കുട്ടി തോക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ കുട്ടികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക. ഇനി മൂന്നാമതായി എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് എ കണ്ടന്റ് ദാറ്റ് പ്രൊമോട്ട്സ് പ്ലാഗറിസം. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഒറിജിനൽ കണ്ടന്റിനെ മോഷ്ടിക്കുന്നത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ട്രൈക്ക് കിട്ടും. എനിക്കിതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, മുൻപൊരു ജയറാം ചിത്രത്തെ പറ്റിയുള്ള വീഡിയോയിൽ ആ ചിത്രം എനിക്ക് യൂട്യൂബിൽ അവൈലബിൾ അല്ലാതിരുന്നത് കൊണ്ട് ഞാനത് ടെലഗ്രാം ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് കണ്ടു എന്നൊരു സെന്റൻസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഐ വാസ് പ്രൊമോട്ടിംഗ് പ്ലഗറിസം. എന്ന് വെച്ചാൽ മോഷ്ടിച്ച് കാണുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതണ്ട യൂട്യൂബിന് മലയാളം അറിയില്ല, നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും മോശം പറഞ്ഞാൽ അവരത് കണ്ടുപിടിക്കില്ല എന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് മൂന്നുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന 3 വ്യത്യസ്ത സ്ട്രൈക്കുകൾ. ഇതിൽ രണ്ടാമതും മൂന്നാമതും പറഞ്ഞിരിക്കുന്നത് ഇത്തിരി സ്ട്രേഞ്ച് സംഗതികളാണ്, പക്ഷെ അത് അവോയ്ഡ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. പക്ഷേ ഇതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൃത്യമായി പാലിക്കേണ്ടതും ഏറ്റവും സൂക്ഷിച്ച് ചെയ്യേണ്ടതും. അതായത് നിങ്ങൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആഗ്രഹിച്ചു കൊണ്ടാണ് കണ്ടന്റുകൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടേതൊരു സിനിമ റിലേറ്റഡ് ചാനൽ ആണെങ്കിൽ ഒരിക്കലും ഒരു സിനിമ ക്ലിപ്പ് അതേപടി എടുത്ത് നിങ്ങളുടെ ചാനലിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക.